ഹലോ വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉച്ചത്തെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഡെസേർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് മധുരം കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ഉണ്ടാക്കാൻ പലർക്കും മടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നെയ്ച്ചോറ് കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഞാൻ നെയ്ച്ചോറെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ ഒരു ഡെസേർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് ബാക്കി വന്നിട്ടുള്ള നെയ്ച്ചോറ് കൊണ്ടാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നെയ്ച്ചോറ് എടുത്തിട്ട് ഈ ഒരു ഡെസേർട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ നെയ്ച്ചോറ് കൊണ്ട് തന്നെ വേറൊരു ഡെസേർട്ട് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതുപോലെ തന്നെയാണ്, പക്ഷേ കാരമലൈസ് ഒന്നും ചെയ്യാതെ നേരിട്ട് പാലും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ടുള്ള ഒരു ഡെസേർട്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഡെസേർട്ട്. അപ്പം ഇത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണാം. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കാരമലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് നെയ്ച്ചോറ് കൊണ്ട് ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഡീറ്റെയിൽഡായിട്ട് കാരമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം ചൂടാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പാത്രത്തിൽ വെള്ളമൊന്നും പാടില്ല. എന്നിട്ട് പഞ്ചസാര ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര വറുത്ത് കൊടുക്കാം. പക്ഷേ പഞ്ചസാര മെൽട്ടായി തുടങ്ങിയാൽ പിന്നെ നമ്മൾ സ്പൂൺ ഉപയോഗിക്കരുത്. ഇപ്പോൾ പഞ്ചസാര ചെറുതായിട്ട് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരിക്കലും ഇനി സ്പൂൺ ഉപയോഗിക്കാതെ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. ഈ ഒരു പാന് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ മുമ്പ് ഒരുപാട് കാരമലൈസ് ചെയ്തിട്ടുള്ള ഡെസേർട്ട് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കാരമലൈസ് ചെയ്യുമ്പം സ്പൂണിൽ പറ്റി പിടിക്കുന്നുണ്ട്, അത് ശരിയായി കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്നൊരു സ്റ്റെപ്പാണ് ഈ കാരമലൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളത് ടൈം എടുത്ത് തന്നെ ചെയ്യണം. ഒരുപാട് നേരം സ്പൂൺ ഇട്ടിട്ടോണ്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഈ ഒരു സ്റ്റേജിലൊന്നും ഒരിക്കലും സ്പൂൺ യൂസ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ സ്പൂണിലൊക്കെ പഞ്ചസാര കട്ട പിടിച്ചിരിക്കും. പിന്നെ അതുപോലെ ഈ കാരമലൈസ് ചെയ്യുമ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചൂടാക്കിയെടുക്കരുത്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ കാരമലൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം, 1 കപ്പ്. ഈ പാൽ ചൂടുള്ളത് തന്നെ യൂസ് ചെയ്യുക, തണുത്ത പാൽ യൂസ് ചെയ്യരുത്. അങ്ങനെ വരുമ്പം ഇത് ശരിയായി കിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. ടെമ്പറേച്ചർ ഡിഫറൻസ് വരാൻ പാടില്ല. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. അതൊന്നും കുഴപ്പമില്ല. നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ കട്ട പിടിച്ചൊക്കെ പോവും. പക്ഷേ നിങ്ങൾ ചൂടുള്ള പാലിന് പകരം തണുത്ത പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൊത്തത്തിൽ അത് കട്ട പിടിക്കും. പിന്നെ നമുക്കത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താലും അതിൽ അലിഞ്ഞു പോവില്ല കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരമലൈസ് ചെയ്യുന്നത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി വന്നിട്ടുള്ള നെയ്ച്ചോറ് ഒരു 2.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നെയ്ച്ചോറിൽ കണ്ടോ സവോളയുടെ ഇതൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഗ്രാമ്പു, ഏലക്ക, പട്ട അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടിരുന്ന സമയത്ത് അതൊന്നും ഇടാതെ വേണം, നെയ്ച്ചോറ് മാത്രം വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഏലക്ക വരെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം നെയ്ച്ചോറിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ അതൊക്കെ പോകും. പിന്നെ അതുപോലെ ഈ നെയ്ച്ചോറ് ഇതിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ഇതിൽ നന്നായിട്ട് ആ ടേസ്റ്റൊക്കെ വരുള്ളൂ. പിന്നെ മധുരം എടുക്കുമ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പിലും കുറച്ചുകൂടെ കൂടുതൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറഞ്ഞ മധുരം മതിയെങ്കിൽ കുറച്ചുകൂടെ കുറച്ചെടുക്കാം കേട്ടോ. കാരമലൈസ് ചെയ്യുമ്പം വല്ലാണ്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു കളറ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരുന്നിട്ട് തിളയ്ക്കട്ടെ, നന്നായിട്ട് കുറുകി വരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങയും പഞ്ചസാരയും കൂടി വറുത്തിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാനാണ്. ഒട്ടും നിർബന്ധമില്ല. ഒന്ന് ചെറുതായിട്ടൊരു ഡെക്കറേഷൻ വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് നേരിട്ട് നമുക്ക് ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഈ തേങ്ങ വറുത്തിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടി വറുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും വിട്ടുപോകരുത്. നന്നായിട്ട് വറ്റി വരണം, എന്നാലേ ആ ഒരു ഡെസേർട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. നമ്മളിതിലേക്ക് കട്ട പിടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, നല്ല കട്ടിയിൽ തന്നെ കിട്ടും. കുറച്ച് നേരം തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കട്ടിയിൽ കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാരമലിൻ്റെ വേറൊരു ടേസ്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാരമൽ മാത്രമാവുമ്പോൾ വേറൊരു നമ്മൾ സ്വീറ്റ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. മിഠായി ഉണ്ടല്ലോ, കാരമൽ മിഠായി, അത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ മാത്രം ചേർത്ത് കൊടുക്കുക, കാരണം മധുരം കൂടിപ്പോവും. അപ്പം അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ, പഞ്ചസാര ഇതെല്ലാം കൂടി വറുത്തത് അതും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മതി. നമ്മൾ ഈ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ നെയ്ച്ചോറ് കൊണ്ടുള്ള ഈ ഒരു ഡെസേർട്ടും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് മതി. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ടോ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കായി, ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പായസത്തിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് മുകളിൽ ചെറുതായിട്ട് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു ഡെസേർട്ടായിട്ടാണ് സെർവ് ചെയ്യുന്നത്. നമ്മളത് ഫ്രിഡ്ജിൽ അല്പം നേരം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കട്ടിയായിട്ട് നല്ല തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാരമലൈസ് ചെയ്തിട്ടുള്ള നെയ്ച്ചോറ് കൊണ്ടുള്ള ഡെസേർട്ട്. ഞാനിപ്പോൾ ഇത് തണുപ്പിക്കാൻ വെച്ചിട്ടില്ല കേട്ടോ. തണുപ്പിക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്. തണുപ്പിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും രാത്രിയായിപ്പോയി. ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ലൊരു പരുവമാണ് ഉള്ളത്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വേറൊരു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.